പൊതുവെ നമ്മളുടെ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഏതാണ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഏതാണ്, അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ പൊതുവേ ഉള്ളൊരു പ്രശ്നങ്ങളാണ് ഈ സ്റ്റോണിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ കിള വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡ് മാറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണ് നടിയിൽ നിന്ന് വേറെ കിളകളൊന്നും വരാൻ ചാൻസ് ഇല്ല. നമസ്കാരം, കാട് ലാൻഡ്സ്കേപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളത് കോഴിക്കോട് പടനിലത്തുള്ള നമ്മളൊരു 2 മാസം മുൻപ് വർക്ക് കഴിഞ്ഞ ഒരു സൈറ്റിലുള്ളത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ ഈ വീട്ടിൻ്റെ എൻട്രൻസിൽ നിന്ന് കയറി വരുന്ന സമയത്ത് തന്നെ ഗേറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലുള്ള ഒരു ഏരിയ വീട് ആ ഒരു കോർണറിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടുന്ന് എൻട്രൻസിൽ നിന്ന് കയറി വരുന്ന എല്ലാ ഏരിയയിലും നമ്മൾ ലാൻഡ്സ്കേപ്പ് ഏരിയ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ പൊങ്ങണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബാക്ക് സൈഡിൽ ട്രാവലേഴ്സ് ഫാമിൻ്റെ ഒരു 3 പ്ലാന്റുകൾ ആ മതിലിന് സെൻട്രലായിട്ട് ട്രാവലേഴ്സ് ഫാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് അതല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ടിലായിട്ട് നമ്മൾ കലാത്തിയ ലൂട്ടിയൻ്റെ കംപ്ലീറ്റ് ആ എൻഡ് വരെ കലാത്തിയ ലൂട്ടിയ കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു വെച്ചിട്ട് 2 മാസമായിട്ടേ ഉള്ളൂ. ഇതിപ്പം നിലവിൽ വെക്കുന്ന സമയത്ത് ഇതിൻ്റെ അത്ര ഹൈറ്റ് ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഷൂട്ട് വന്നിട്ട് ഈ ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ആ കലാത്തിയ ലൂട്ടിയെ ഫില്ല് ചെയ്തിട്ട് ഈ ഒരു മതിലിൻ്റെ മുകളിൽ ഏകദേശം ഒരു 3 മീറ്ററോളം ഈ ഒരു പ്ലാന്റ് കലാത്തിയ ലൂട്ടിയെ ഫില്ലായി നിന്നോളും. അതിന് താഴത്തായിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് നമ്മൾ ആൽഫീനിയ സുറുംബെറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആണ്. നമുക്ക് ഫ്ലവറിങ് കുറച്ചുകൂടെ വലുതാവുന്ന സമയത്ത് ഒരു വൈറ്റ് ഫ്ലവറിങ് ഉണ്ടാവും. പൊതുവെ നമ്മളൊരു ഗ്രീൻ ട്രോപ്പിക്കൽ പ്ലാന്റ്സിൻ്റെ ഗ്യാപ്പിലായിട്ട് ഒരു യെല്ലോ കളറുള്ളൊരു ആൽഫീനിയ സുറുംബെറ്റ് പോലത്തെ പ്ലാന്റ്സ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വേറൊരു കളർ അതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് കാണിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു അട്രാക്റ്റീവായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗ്യാപ്പിൽ കുറച്ച് ആൽഫീനിയ സുറുംബെറ്റ് കൊടുത്തത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ബോർഡറായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്പൈഡർ ലില്ലി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ സ്പൈഡർ ലില്ലി കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അത് ഫുള്ള് ഫ്രണ്ടിലേക്കാണ് അതിൻ്റെ ഫുള്ള് ലീഫുകളും വന്നിരിക്കുന്നത്. അത് 2 രീതിയിൽ കൊടുക്കാം. നമുക്ക് സൈഡിലേക്കായിട്ട് കൊടുക്കാം, ഫ്രണ്ടിലേക്കായിട്ടും കൊടുക്കാം. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ഫ്രണ്ടിലേക്കാണ് കൊടുത്തത്. ഇവിടെ കുറച്ച് ഹൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അത് ഫില്ല് ചെയ്യുന്നുള്ളൂ. അതിന് താഴത്തായിട്ട് നമ്മൾ കൊറിയൻ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ ഈ കൊറിയൻ ഗ്രാസ് വളരെ മെയിൻ്റെനൻസ് ഉള്ള ഗ്രാസ് ഷീറ്റാണ് കൊറിയൻ ഗ്രാസ് എന്ന് പറയുന്നത്. ക്ലയൻറ്റിൻ്റെ പ്രിഫറൻസ് പ്രകാരം നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നതാണ്. ഇത് പൊതുവേ ഈ തണലുള്ള സ്ഥലങ്ങളിലൊക്കെ പിടിച്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തായാലും ക്ലയൻറ്റ് ഇത് നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഗ്രാസ് അവിടെ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആയാലും പ്രൂണിങ് ആയാലും നമ്മൾ ആളുകൾ വന്നിട്ട് മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് പോകുന്നതാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി നമുക്ക് ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു ഈ ഫൈക്കസ് ബെഞ്ചമിന എന്ന് പറയുന്നത്. അതിൻ്റെ താഴത്തായിട്ട് നമ്മൾ കുറച്ച് കൊറിയൻ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിലായിട്ട്. പിന്നെ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സ് ഓഫ് ട്രോപ്പിക്കൽ പ്ലാന്റ്സിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മതിലിനോട് ചേർന്നിട്ടായിട്ട് നമ്മൾ അരിക്കപാം ഗ്രീന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ അലോക്കേഷ്യ ജയൻറ്റാറോ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോർണറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത് ഹെലിക്കോണിയ റോസ്ട്രാറ്റ എന്ന് പറഞ്ഞ ചെടിയാണിത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ലീഫ് നമ്മൾ കലാത്തിയായിട്ട് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ലീഫാണ്. കലാത്തിൻ്റെ പോലെ റൗണ്ടായിട്ട് അങ്ങനെ ഒരുപാട് വിടുത്തിൽ പോകില്ല, പക്ഷെ നല്ല ലെങ്തി ആയിട്ട് പോകും. ഇതിനൊരു റെഡ് ഫ്ലവറിങ് ഉണ്ടാവും. നമുക്ക് ഒരു കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ഒരു റെഡ് ഫ്ലവറിങ് ഇങ്ങനെ തൂങ്ങി നിൽക്കും. ഹെലിക്കോണിയ റോസ്ട്രാറ്റ എന്നാണ് ആ ചെടീൻ്റെ പേര്. അതേപോലെ ഈ അലോക്കേഷന് താഴത്തായിട്ട് നമ്മൾ കുറച്ച് ബോസ്റ്റൺ ഫേൺസ് കൊടുത്തിട്ട് അതിൻ്റെ ഗ്രൗണ്ട് കവർ കൊടുത്തിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ ഇത് പ്ലൂമേറിയ ആൽബൻ്റെ ഡോർഫ് വെറൈറ്റി ആണിത്. ഇത് അധികം ഹൈറ്റ് പോകുന്ന പ്ലാന്റ് അല്ല. ഈ ഒരു ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് അധികം ഹൈറ്റ് പോകാതെ ഈ ഒരു അലോക്കേഷൻ ജയൻറ്റാറോൻ്റെ താഴത്തായിട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലൂമേറിയ ആൽബ ഡോർഫ് കൊടുത്തിരിക്കുന്നത്. അതിന് ഫ്രണ്ടിലായിട്ട് കുറച്ച് ഒരു മിക്സ് ഓഫ് കുറച്ച് ഫിലോഡൻഡ്രോൺ സെല്ലം കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് കുറച്ച് ബോസ്റ്റൺ ഫേൺസ് കൊണ്ട് ഗ്രൗണ്ട് കവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണാം കംപ്ലീറ്റ് ആ എൻഡ് വരെ നമ്മൾ റിബൺ ഗ്രാസ് കൊണ്ടാണ് ഇവിടെ ബോർഡർ കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ സ്പൈഡർ ലില്ലി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആൽഫീന വലുതാവുന്നതിന് മുൻപ് തന്നെ സ്പൈഡർ ലില്ലി അതിനേക്കാൾ മുകളിലേക്ക് പൊങ്ങി പോകാനുള്ള റീസൺ ഉണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് റിബൺ ഗ്രാസാണ് കൊടുത്തിരിക്കുന്നത്. ഈ റിബൺ ഗ്രാസ് മറ്റുള്ള പ്ലാന്റിനേക്കാൾ ഒരു കാരണവശാലും ആ പ്ലാന്റിനേക്കാൾ ഹൈറ്റ് കൂടി പോകില്ല. അതൊരു ഫ്രണ്ടിലൊരു ബോർഡറൊക്കെ ആയിട്ട് കൊടുക്കുന്ന ഒരു പ്ലാന്റാണ് റിബൺ ഗ്രാസ് എന്ന് പറയുന്നത്. പിന്നെ ഇതൊക്കെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചെടികളാണിത്. നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചുറ്റിലായിട്ട് നമ്മൾ കുറച്ച് അലോക്കേഷ്യ അതേപോലെ തന്നെ കലാത്തിയൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്രൗണ്ട് കവറിൽ കംപ്ലീറ്റ് ആയിട്ടും കൊറിയൻ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം, ഈ ഒരു ഗ്യാപ്പിലൊക്കെ പുതിയ തണലുള്ള സ്ഥലങ്ങളിൽ വളരാൻ ഇതിന് പുതിയ മുളകൾ വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലും ഉള്ളത് മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് വേറെ യാതൊരു പ്രശ്നങ്ങളും ഇവിടെ നിലവിലില്ല. സെയിം പാറ്റേൺ ആയിട്ട് തന്നെ നമ്മളിവിടെ ഈ ഒരു മാവിൻ്റെ പുറകിലായിട്ട് നമ്മൾ അരീക്ക പാമ്പിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് അലോക്കേഷ്യയും അതേപോലെ തന്നെ ബോസ്റ്റൺ ഫേൺസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് ഹെലിക്കോണിയ യെല്ലോ കൊടുത്തിട്ടുണ്ട്. ആ ബാക്കിൽ കാണുന്നത് ഹെലിക്കോണിയ റോസ്ട്രാറ്റ് ആണ്. ആ പ്ലാന്റും ഈ പ്ലാന്റും തമ്മിൽ എൻ്റയർലി ഡിഫറെൻറ്റ്, സെയിം ഫാമിലി ആണെങ്കിൽ പോലും എൻ്റയർലി ഡിഫറെൻറ്റ് പ്ലാന്റ് ആണ്. ഇത് ഫ്ലവറിങ് നോക്കിയാൽ കാണാം, നിങ്ങൾക്കൊരു യെല്ലോ കളറാണ് ഇതിൻ്റെ ഫ്ലവറിങ് ഉള്ളത്. ഇതൊരു റെഡ് കളർ ഫ്ലവറിങ് ആണ്. അത് കുറച്ചുകൂടെ ഒരു ഹൈറ്റിൽ കുറച്ച് തൂങ്ങി നിൽക്കുന്നതാണ് ഇതിൻ്റെ ഫ്ലവറിങ്. ഇവിടെയൊക്കെ നമ്മൾ സെയിം അവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ സെയിം അലോക്കേഷനെ കൊണ്ടും ഫിലോഡൻഡ്രോൺസ് എല്ലാം കൊണ്ടും, അതായത് നമ്മൾ ഒരേ പാറ്റേൺ ആണോ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 3 പ്ലാന്റ്സുകൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ റാൻഡമായിട്ട് വളരെ മിക്സ് ഓഫ് പ്ലാന്റ്സ് ആയിട്ട് റാൻഡമായിട്ട് പ്ലാന്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ ഈ ലെങ്ത്തിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അതേപോലെ യൂസ് ചെയ്തൊരു ടിപ്പിക്കലായിട്ടുള്ളൊരു ലാൻഡ്സ്കേപ്പിംഗ് അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. റാൻഡമായിട്ട് കുറച്ച് പ്ലാന്റ്സുകൾ ആർക്കിടെക്റ്റിൻ്റെ പ്രിഫറൻസ് പ്രകാരം അവിടെ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ ഈ എൻഡ് വരെ നമ്മൾ അതേപോലെ കൊടുത്തിരിക്കുന്നത് കലാത്തിയ ലൂട്ടിയൻ്റെയും അരീക്ക പാമ്പിൻ്റെയും സെല്ലത്തിൻ്റെയും അതേപോലെ തന്നെ ഹെലിക്കോണിയ റോസ്ട്രാറ്റിൻ്റെ ഒക്കെ ഒരു മിക്സ് ഓഫ് പ്ലാന്റ്സ് ആണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തതാണ് ഈ വീടിൻ്റെ ഒരു റൈറ്റ് സൈഡ് ഏരിയ. ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്ത പോലെ തന്നെ ട്രാവലേഴ്സ് ഫാമിൻ്റെ ഒരു 3-4 പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല ഹൈറ്റിൽ വളരുന്നതും അതുപോലെ ഒരു ഏരിയ കൺസ്യൂം ചെയ്യുന്നൊരു പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരുപാട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള പ്ലാന്റുകളായിട്ട് അത് ഒരു ബുദ്ധിമുട്ടാവും, വളരാനൊരു ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഈ പ്ലാന്റും അതേപോലെ തന്നെ ഏകദേശം ഒരു 5 to 6 മീറ്റർ ലെങ്ത്തിലാണ് ഈ ട്രാവലേഴ്സ് ഫാം പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴത്തായിട്ട് നമ്മൾ കുറച്ച് കലാത്തിയ ലൂട്ടിയാസ് കൊടുത്തിട്ടുണ്ട്. അവിടെ യൂസ് ചെയ്ത പോലെ തന്നെ കുറച്ച് ഹെലിക്കോണിയാസ് കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് നമ്മൾ ബോർഡറായിട്ട് നമ്മൾ സ്പൈഡർ ലില്ലിയും കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കവറിലേക്ക് നമ്മൾ കൊറിയൻ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള ഈ ഒരു കിണറാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ മൊത്തത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ പെയിൻറ്റിങ് വളരെ കുറവാണ്. എല്ലാം മെജോറിറ്റി ഏരിയയും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോണാണ്. അത് കുറേ ക്ലാഡിങ് സ്റ്റോണുകൾ അതേപോലെ തന്നെ അങ്ങനത്തെ പല പല നാച്ചുറൽ സ്റ്റോണുകളായിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കിണറും അതേപോലെ തന്നെ കവർ ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിങ് സ്റ്റോണുകളെ കൊണ്ടാണ്. നാച്ചുറൽ ആയിട്ടുള്ള ക്ലാഡിങ് സ്റ്റോണുകളെ കൊണ്ടാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊരു കവർ ചെയ്യുക, അതായത് ഇവിടെ കുറച്ച് പ്ലാന്റ്സിൻ്റെ ഒരു ഫീച്ചേഴ്സ് വേണം, പക്ഷേ ഈ ക്ലാഡിങ് സ്റ്റോൺ കവർ ആയി പോകരുതെന്നുള്ളൊരു പർപ്പസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് കുറച്ച് ഫിംഗർ പാം, റാഫിസ് പാം എന്നൊക്കെ പറയുന്ന പ്ലാന്റുകൾ വെച്ചിട്ട്. കാരണം ഇത് നമുക്ക് എത്ര ഹൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. കട്ട് ചെയ്തിട്ടാണെങ്കിലും ശരി, അതേപോലെ ക്രോപ്പ് ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് ഈ കിണറിൻ്റെ ഒരുപാട് മുകളിലോട്ട് പൊങ്ങി പോവില്ല, പക്ഷേ നമുക്കിതിൻ്റെ സൈഡായിട്ടൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാം. അതിന് ഫ്രണ്ടിലായിട്ട് കുറച്ച് കോസ്റ്റസ് കൊടുത്തിട്ടുണ്ട്. റെഡ് കളർ വുഡൻ സ്റ്റോണിൽ എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിലായിട്ട് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ 2 സൈഡിലായിട്ട് നമ്മൾ ഹെലിക്കോണിയൻ്റെ യെല്ലോ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ആ 2 സൈഡ് നമ്മൾ കവർ ചെയ്തിട്ട് അത്യാവശ്യം ബുഷായി നിൽക്കണം. പക്ഷേ ഇവിടേക്കുള്ള വ്യൂ കട്ടാവാത്ത രീതിയിൽ അധികം ഹൈറ്റ് പോകാത്തൊരു പ്ലാന്റ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹെലിക്കോണിയൻ്റെ യെല്ലോ വെച്ചിട്ട് ഇവിടെ 2 സൈഡ് കവർ ചെയ്തിട്ടുണ്ട്. അതിന് ഫ്രണ്ടിലായിട്ട് കുറച്ച് കോസ്റ്റസും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ താഴത്ത് നോക്കിയാൽ കാണാം, ഈ ഒരു കിണറിന് ചുറ്റിലും ഒരു 2 ഫീറ്റ് ഗ്യാപ്പിൽ ഒരു ഏരിയ ഉണ്ട്. ഇത് നമ്മൾ പ്ലാന്റിങ് ഗ്രാസൊക്കെ ചെയ്തതിന് പകരം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഇവിടെ നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പിലുള്ള ബേബി ചില്ലി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വീഡ് മാറ്റ് ഉണ്ട്, നമ്മളെ ഒരു ബ്ലാക്ക് ഷീറ്റ്. ഈ നഴ്സറികളിലൊക്കെ നമ്മൾ കിള വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്, ഒരു ഷീറ്റാണത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ പെബിൾസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാലൊക്കെ നമുക്ക് ഈ പൊതുവേ ഉള്ളൊരു പ്രശ്നങ്ങളാണ് ഈ സ്റ്റോണിൻ്റെ ഇടയിലൊക്കെ നല്ല രീതിയിൽ കിള വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡ് മാറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണ് നടിയിൽ നിന്ന് വേറെ കളകളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഇനി ഇൻ കേസ് ഇനിയിപ്പോൾ മുകളിലൊക്കെ വല്ലപ്പോഴും ഒരുപാട് കാലത്തിന് ശേഷം
ഇതിൻ്റെ മുകളിൽ 1-2 കിളകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുത്ത് കഴിഞ്ഞാലും അത് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡായി പോകാതെ നമുക്ക് 1-2 കിളകളായിട്ട് തന്നെ അതിൽ ഒതുങ്ങി നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പെബിൾസ് ഔട്ട്ഡോർ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ നിർബന്ധമായിട്ടും വീഡ് മാറ്റ് യൂസ് ചെയ്തിരിക്കണം. അടുത്തത് നമ്മൾ ഈ വീട്ടിലേക്ക് വരുന്ന എൻട്രൻസിലുള്ള ഏരിയയാണ്. ഇതിപ്പോൾ ഒരാൾ നടന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് കയറി പോകുന്ന ഒരു ഏരിയ ഇവിടെയാണ്. അതെല്ലാം കാറുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാറ് പോർച്ചിൽ പാർക്ക് ചെയ്തിട്ട് ഒരു എൻട്രൻസ് അതിലേയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഏരിയ ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഏരിയ ആയിരുന്നു. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ അവിടുന്ന് ആ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വ്യൂ കട്ടാവാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ യൂസ് ചെയ്ത പോലെ തന്നെ സെയിം പെബിൾസ് വെച്ചിട്ട് ഇവിടെ ഗ്രൗണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു ഷ്രബ് പോലും ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടില്ല. ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് ഈ ഒരു കോബിൾ ടീ ഏരിയ കൂടെയാണ് നമ്മൾ ഇങ്ങനെ ഇവിടെ കയറി പോകുന്നത്. അപ്പോൾ ഈ വീടിനോട് ചേർന്നിട്ട് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഫില്ല് ചെയ്തിട്ട് അലോക്കേഷൻ ജൈൻറ്റാറോ കൊടുത്തിട്ടുണ്ട്. അതിന് കോർണറിലായിട്ട് നമ്മൾ കുറച്ച് അംബ്രല പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് നമ്മൾ മോൺസ്ട്ര ഡെലീഷ്യോസ് കൊടുത്തിട്ടുണ്ട്. താഴത്ത് ഗ്രൗണ്ട് കവറായിട്ട് പോസ്റ്റൻ ഫേൺസ് കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കവറിലായിട്ട് നമ്മൾ കൊറിയൻ ഗ്രാസിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ കാണാം ഈ പ്ലാന്റ്സ് ഒന്നും നമ്മളൊരു ഡിസൈനിങ്ങിലോ അല്ലെങ്കിൽ ഒരു അലൈൻമെൻറ്റിലോ അല്ല വെച്ചിരിക്കുന്നത്. മിക്സ് ഓഫ് കുറച്ച് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്കുള്ള ഈ പേവ് ചെയ്തിരിക്കുന്ന സ്റ്റോൺ കംപ്ലീറ്റ് ബാംഗിൾ സ്റ്റോൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ബാംഗിൾ സ്റ്റോൺ തന്നെ ബോക്സ് കട്ട് ചെയ്തിട്ട് 4 ഭാഗം എഡ്ജും മട്ടം കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയയിൽ സ്റ്റോൺ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വീടിൻ്റെ മെയിൻ എൻട്രൻസ് ആണ്. ഇവിടെ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ പർഗോളുണ്ട്. അപ്പോൾ കാർ പോർച്ച് ഇങ്ങനത്തെ ഏരിയ ഒക്കെ മെയിൻ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ കാണുന്നൊരു ഏരിയയാണ് ഇവിടെ. ഈ ഒരു ഏരിയ നമ്മൾ മിക്സ് ഓഫ് പ്ലാന്റ്സ് ചെയ്തിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഒരു അരിക്കപ്പാമുണ്ട്. അതിൻ്റെ ഒരു 2 പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴത്തായിട്ട് കുറച്ച് അലോക്കേഷൻ ജൈൻറ്റാറോസ് കൊടുത്തിട്ടുണ്ട്. കലാത്തിയ ലൂട്ടിയാസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് നമ്മൾ പെൻസിൽ ബാംബൂസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ നമുക്കിത് ഈ പെൻസിൽ ബാംബൂവിനോട് കൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റെം അധികം തടി വരില്ല. നമുക്കൊരു മിനിമം ഒരു തിക്നെസ്സിൽ മാത്രമേ ഇതിൻ്റെ സ്റ്റെമ്മുകൾ വളരുള്ളൂ. അതിനിപ്പോൾ ഹൈറ്റ് നമുക്ക് ഒരുപാട് ഹൈറ്റ് പൊങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്യാം. സൈഡിൽ നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. മറ്റുള്ള എലിഫൻറ്റ് ബാംബൂൻ്റെ ഒക്കെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല. പക്ഷെ അതിൻ്റെ സ്റ്റെമ്മിന് അത്യാവശ്യം നല്ല തടി ഉണ്ടാവും. ഇതാകുമ്പോൾ നമ്മൾ തടിയിലേക്ക് പോകില്ല. ഒരു മിനിമം തിക്നെസ്സിൽ തന്നെ സ്റ്റെമ്മ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് ഒരുപാട് വളർന്നെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സൈഡും ഹൈറ്റും ഒക്കെ ക്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഏരിയയിൽ ഫില്ല് ചെയ്തിട്ട് ആ പ്ലാന്റ് യൂസ് ചെയ്യാൻ പറ്റും. അടുത്തായിട്ട് നമ്മൾ ഈ ഒരു കോർണറിലുള്ള ഈ ഒരു ഫ്രണ്ട് നോക്കുമ്പോൾ ഈ ഒരു 2 കോർണറായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു പ്ലാന്റാണ്. ഇത് ക്ലൂസിയ റൂസിയ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ പ്ലാന്റ് എന്നൊക്കെ എന്നെ പറയാറുണ്ട്. എൻ്റെ ലീഫ് ഭയങ്കര ഒരു തിക്നെസ് ഉള്ളൊരു ലീഫാണ് ഇതിൻ്റെ. പൊതുവെ ആളുകളൊക്കെ ഒരു എഴുതാനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു ലീഫാണ് സിഗ്നേച്ചർ പ്ലാന്റ് എന്ന് പറയുന്നത്, ക്ലൂസിയ റൂസിയ. അത് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അത് വലുതായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ആ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതിന് താഴത്തായിട്ട് നമ്മൾ കുറച്ച് ഫിലോഡോണ്ടോൺ സെല്ലം കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലായിട്ട് ഈ പ്ലാന്റിൽ ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ 2 സൈഡിലായിട്ട് കലാത്തിയ ലൂട്ടിയാസ് കൊടുത്തിട്ടുണ്ട്. താഴെ ഗ്രൗണ്ട് കവറായിട്ട് നമ്മൾ കൊറിയൻ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് ഒരു ട്രഡീഷണൽ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു നടുമുറ്റം. അപ്പോൾ പൊതുവേ നമ്മളുടെ കസ്റ്റമേഴ്സൊക്കെ ചോദിക്കാറുണ്ട് ഇൻഡോർ പ്ലാന്റ്സ് ഏതാണ്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഏതാണ്, അല്ലെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറിൽ യൂസ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കുറേ ഡൗട്ട്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നമ്മൾ ഇൻഡോറിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ഔട്ട്ഡോർ പ്ലാന്റ്സുകളാണ്. ചിലത് ട്രോപ്പിക്കലായിട്ടുള്ള നമുക്ക് സെമി ഇൻഡോർ പ്ലാന്റ്സുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഇതിൻ്റെ റൂഫ് ടോപ്പ് വരുന്നത് ഓപ്പൺ ആണ്. ഡയറക്റ്റ് സൺലൈറ്റ് ആയാലും മഴ ആയാലും ഒക്കെ ഇവിടെ ഡയറക്റ്റ് വരുന്നൊരു ഏരിയയാണ്. ഇവിടെ 4 കോർണറിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വീട്ടിൽ ഗ്ലാസ് ഇട്ടിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നടുമുറ്റത്തിൽ ഇത് താഴത്ത് വെള്ളം ഉള്ളൊരു ഏരിയ ആണ്. അതായത് ഫിഷ് പോണ്ട് പോലെയുള്ള ഒരു ഏരിയ താഴത്തുണ്ട്. ഈ സൈഡിലായിട്ട് നമ്മളൊരു പ്ലാന്റർ ബോക്സ് വലിയൊരു പ്ലാന്റിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ജാപ്പനീസ് ഫേൺ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ് ആണിത്. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കുന്ന ഒരു പ്ലാന്റാണിത്. ഇവിടെ നമ്മൾ ഇൻഡോറിൽ തന്നെ യൂസ് ചെയ്യാനുള്ള കാരണം ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഇത് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടി വലുതാവുന്ന സമയത്ത് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടും ഔട്ട്ഗ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡൊക്കെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്ത് നിന്നുള്ളൂ. അതിന് താഴത്തായിട്ട് നമ്മൾ സ്പൈഡർ ലില്ലി മിനിയേച്ചർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഔട്ട്ഡോറിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പൈഡർ ലില്ലി കുറച്ചുകൂടെ ബ്രോഡ് ലീഫായിരിക്കും, കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആയിരിക്കും.
പക്ഷേ ഇത് മിനിയേച്ചർ സ്പൈഡർ ലില്ലിയാണ്. ഇതിൻ്റെ ലീഫ് നിങ്ങൾ നോക്കിയാൽ കാണാം അധികം തിക്നെസ് വിടുത്ത് കുറവാണ് ഇതിന്. ഇതിൻ്റെ ലീഫിൻ്റെ ഇനിയിപ്പോൾ വലുതാവുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഹൈറ്റ് കൂടി വരികയാണെങ്കിൽ പോലും ഈ ലീഫിൻ്റെ തിക്നെസ് ഈ ഒരു ലെങ്ത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ. അടുത്തത് ഈ ഒരു സൈഡിലേക്കുള്ളത്, ഇവിടെ നമ്മൾ ആ ഒരു ബെഡ്റൂമിലേക്കുള്ളൊരു വ്യൂ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രില്ലിൻ്റെ ഒരു പർപ്പസ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നുള്ളൊരു വ്യൂ, ഇപ്പം ഒരു സോഫ ഏരിയ എന്നുള്ളൊരു വ്യൂ കട്ടാവുന്ന സമയത്ത് ഇവിടെ നമ്മൾ നാച്ചുറലി നമ്മൾ കാറ്റ്സ് ക്ലോ ക്രീപ്പർ താഴത്തുള്ള മണ്ണിൽ കുഴിച്ചിട്ടിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് പടർത്തി. ഇത് 2 മാസത്തെ ഒരു ഗ്രോത്താണിത്. കാരണം നമുക്ക് ഈ ക്രീപ്പേഴ്സ് പ്ലാന്റ് ഒന്നും വലിയ പ്ലാന്റ്സ് കൊണ്ടൊന്നും വെക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് ഇവിടെ തന്നെ പിടിച്ച് വരേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഉള്ളതിൽ ക്രീപ്പർ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊരു 2 മാസം ഇനിയിപ്പോൾ ഒരു മാക്സിമം ഒരു 8 മന്ത് കൊണ്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയത് ഫില്ല് ചെയ്ത് നിന്നോളൂ. അതിന് അത് നമുക്ക് ഇനിയും കുറച്ച് ഫില്ലാവേണ്ടാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് മുകളിലേക്ക് പടർത്തി വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുക്കും. ഇതൊരു യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു നല്ലൊരു ക്രീപ്പറൊക്കെ ആക്കി വളർത്താൻ പറ്റുന്ന, നമ്മളുടെ പൊതുവെ എല്ലാ സൈറ്റുകളിലും നമ്മൾ ഗ്രില്ലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ് ഈ കാറ്റ്സ് ക്ലോ ക്രീപ്പർ എന്ന് പറയുന്നത്. അതിന് താഴത്തായിട്ട് നമ്മൾ 2 സൈഡിലായിട്ട് നമ്മൾ മോൺസ്റ്റർ ഡെലീഷ്യോസ കൊടുത്തിട്ടുണ്ട്. ഈ മോൺസ്റ്റർ ഡെലീഷ്യോസ എന്ന് പറയുന്നത് ഒരു ക്രീപ്പിംഗ് പ്ലാന്റാണ്. ഇതിൻ്റെ സ്റ്റെമ്മുകളൊക്കെ നമുക്ക് ഈ ഒരു ഗ്രില്ലിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു ഏരിയയിലേക്ക് ഫില്ല് ചെയ്ത് നിന്നോളും. പൊതുവെ ഈ മതിലിൻ്റെ മുകളിലും ഔട്ട്ഡോറിലൊക്കെ മരങ്ങളുടെ മുകളിലേക്കൊക്കെ പടർന്ന് പിടിക്കുന്നൊരു പ്ലാന്റാണ് ഈ മോൺസ്റ്റർ ഡെലീഷ്യോസ. ഇതിൻ്റെ ലീഫൊക്കെ അത്യാവശ്യം നല്ല വലിയ രീതിയിൽ വളർന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണത്. അതിന് താഴത്തായിട്ട് നമ്മൾ ഫിലോഡോണ്ടോൺ കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രൗണ്ട് കവറായിട്ട് നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ ഫിലോഡോണ്ടോൻ്റെ പ്ലാന്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതും ഫിലോഡോണ്ടോൺസ് എല്ലാം വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. ഇവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോണും ഇതേപോലെ തന്നെ നാച്ചുറൽ സ്റ്റോണ് 50 mm സ്റ്റോണ് 4 സൈഡും ബോക്സ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മട്ടം കട്ട് ചെയ്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നാച്ചുറൽ ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ ടൈലുകളൊന്നുമല്ല, നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. ഈ ഒരു സൈഡിൽ നമ്മൾ ഈ പ്ലാന്റർ ബോക്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഫിലോഡോണ്ടോൺ സനഡും അതേപോലെ അങ്ങനെ മിക്സ് ഓഫ് പ്ലാന്റ്സ് വെച്ചിട്ടാണ് ഈ ഒരു സൈഡും ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ വെക്കുന്ന സമയങ്ങളിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഈ പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യുക. കാരണം അതിൻ്റെ റൂട്ടുകൾ തമ്മിൽ മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ചുകൂടി വളർന്ന് വരുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുക. നമുക്കൊരു 6 to 8 month ആണ് ഇതിൻ്റെ ഒരു ഗ്രോത്ത് വരുന്നൊരു ടൈം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് ഇവിടെ അധികം സൺലൈറ്റൊന്നും ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാത്തൊരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെയർ കേസിന് ചെറിയൊരു ഗ്യാപ്പ്, അതായത് ഒരു 4 ഇഞ്ചൊക്കെ വിടുത്തുള്ളൊരു ഗ്യാപ്പാണിത്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മണി പ്ലാന്റ്, ഗോൾഡൻ മണി പ്ലാന്റ് വെച്ചിട്ടാണ്, ഗോൾഡൻ പോത്തോസ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ഇത് വെച്ചിട്ടാണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഈ വീടിൻ്റെ ഡൈനിങ് ഹാൾ എന്നുള്ള ഈ ഒരു കോർട്ട്യാർഡ് ഏരിയ. വളരെ കുറഞ്ഞ ഏരിയ ഉള്ളൂ. നമുക്കൊരു പ്ലാന്റിങ് ഏരിയ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ കോർട്ട്യാർഡ് എന്ന് പറയുകയാണെങ്കിലും ജസ്റ്റ് ആ ഒരു ഫീലിംഗ് വരിക എന്നുള്ള രീതിയിൽ ചെയ്തൊരു ഏരിയ ആണ് ഇവിടെ. വളരെ 1 feet ഗ്യാപ്പായിരുന്നു ഇവിടെ പ്ലാന്റിങ്ങിന് ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ മാക്സിമം പ്ലാന്റ്സുകൾ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ കലാത്തിയ ലൂട്ടിയുണ്ട്, നമ്മൾ ഫ്രണ്ടിൽ യൂസ് ചെയ്ത പോലെ തന്നെ ഹെലിക്കോണിയ റോസ്ട്രാറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. താഴത്തായിട്ട് കുറച്ച് മോൺസ്റ്റർ ഡെലീഷ്യോസ കൊടുത്തിട്ടുണ്ട്. ഗ്രൗണ്ട് കവറായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ സ്പൈഡർ ലില്ലി മിനിയേച്ചർ വെച്ചിട്ടാണ് ഗ്രൗണ്ട് കവർ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകൾ ഒരു വളരെ മിനിമലായിട്ടൊരു 5-6 പോട്ടുകളിൽ, അതായത് വിയറ്റ്നാം പോലെ ഇങ്ങനത്തെ സെറാമിക് വിയറ്റ്നാം പോട്ടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കസ്റ്റമർ നിലവിൽ ഇപ്പം അബ്രോഡാണുള്ളത്, അതുകൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അത് ഇപ്പം നിലവിൽ പുറത്ത് കൊണ്ടുവച്ചിരിക്കുന്നത്. എന്നാൽ പോലും ഈ ഒരു പ്ലാന്റൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഈ ഒരു കോർണറിലൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഡ്രസീന ഡ്രാക്കോ എന്നൊക്കെ പറയുന്ന ഒരു ഔട്ട്ഡോർ പ്ലാന്റ് ആണെങ്കിൽ പോലും ഇൻഡോറിലൊക്കെ സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റാണ്. അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ് ഈ ഡ്രസീന ഡ്രാക്കോ എന്ന് പറയുന്നത്. ഒരു വീക്കിലി 1 or 2 ഒക്കെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അധികം എന്താ പറയുക, ഒരുപാട് ഓവർ ഗ്രോത്തായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഒരു കോർണറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോർണർ കംപ്ലീറ്റ് കവർ ചെയ്ത് നിൽക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. വളരെ ഒരു ബുഷിയായിട്ട് ഒരുപാട് സിംഗിൾ ലീഫുകൾ വന്നിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഡ്രസീന ഡ്രാക്കോ എന്ന് പറയുന്ന പ്ലാന്റ്. അടുത്തത് ഈ ഒരു പ്ലാന്റ്, ഇത് ബ്രാസിയ എന്ന് പറഞ്ഞ ചെടിയാണ്. അംബ്രല പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു ബ്രാസിയ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഇത് നല്ല ഔട്ട്ഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹൈറ്റിൽ പൊങ്ങി പോയി ഫില്ല് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ്.